പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. മിട്ടുവിനെ രക്ഷിച്ചേ ഈ കഥ കേൾക്കൂ. മിട്ടുമുയലും കിട്ടനെലിയും ചില്ലു അണ്ണാനും ഇണപിരിയാത്ത കൂട്ടുകാരായിരുന്നു. അവരെന്നും പുഴക്കരയിലെ മരച്ചുവട്ടിൽ ഒത്തുകൂടും. ഓടിയും ചാടിയും കളിച്ച് രസിക്കും. ഓടിത്തൊട്ടു കളിച്ച് രസിക്കാം, സാറ്റാ സീറ്റു കളിച്ചിടാം, കൂട്ടുകൂടി സ്നേഹത്തോടെ ഓടാം ചാടാം കളിയാടാം. അങ്ങനെ ഒരു ദിവസം പോലും മുടങ്ങാതെ അവർ കളികളിലേർപ്പെടും. ഒരു ദിവസം പതിവ് പോലെ ചില്ലുവും കിട്ടനും എത്തിയിട്ടും മിട്ടുവിനെ കണ്ടില്ല. അവർ കുറേ നേരം കാത്തിരുന്നിട്ടും കാണാതായപ്പോൾ അന്വേഷിച്ച് പുറപ്പെട്ടു. മിട്ടുക്കുട്ടാ ചങ്ങാതി, എങ്ങോട്ടു പോയി തിരുമാലി, കൂട്ടുകൂടി കളിയാടാൻ വേഗം വരണേ മുയലുണ്ണി എന്നു പറഞ്ഞ് കൂട്ടുകാർ അന്വേഷിച്ച് നടന്നു. കിട്ടൻ പൊന്തക്കാട്ടിലും ഗുഹയിലും അന്വേഷിച്ചപ്പോൾ ചില്ലൻ മരക്കമ്പിലൂടെ ചാടി നടന്ന് കൂട്ടുകാരനെ അന്വേഷിച്ചു. അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോൾ പൊന്തക്കാട്ടിൽ ഒരു ഞരക്കം കേട്ടു. അവിടെ അതാ തിളങ്ങുന്ന ഉണ്ട കണ്ണുകൾ. അയ്യോ, സിങ്കുക്കുറുക്കൻ മിട്ടുവിനെ പിടിച്ചു വച്ചിരിക്കുന്നു. കിട്ടൻ വേഗം ചെന്ന് വിവരം ചില്ലുവിനെ അറിയിച്ചു. സിങ്കു ഒളിച്ചിരിക്കുന്ന കുറ്റിക്കാടിന് സമീപത്ത് ഒരു വലിയ പ്ലാവിൽ നിറയെ ചക്ക കായ്ച്ചു കിടക്കുന്നുണ്ടായിരുന്നു. കിട്ടന് ഒരു ബുദ്ധി തോന്നി. അവൻ തൻ്റെ ആശയം കൂട്ടുകാരനോട് പങ്കുവച്ചു. എന്നിട്ട് പ്ലാവിൻ ചുവട്ടിൽ ചെന്ന് നിന്ന് കുറുക്കച്ചനെ വെല്ലുവിളിച്ചു. ചിങ്കു കുറുക്ക, കള്ള കുറുക്ക, മുയലിനെ വിട്ടുകള്ള, കൂട്ടുകാരനെ തൊട്ടുപോയാൽ തട്ടും ഞാൻ നിന്നെ. ഏയ് കള്ളക്കുറുക്ക, ധൈര്യമുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് വന്ന് എന്നോട് യുദ്ധം ചെയ്യേ, എന്നിട്ടാവാം നിന്റെ മുയൽ വേട്ട. നിസ്സാരനായ എലിയുടെ വാക്കുകൾ കുറുക്കനെ ചൊടിപ്പിച്ചു. മുയലിനെ മാറത്തടുക്കി പിടിച്ച് കുറുക്കൻ എലിയെ പിടിക്കാനായി അടുത്തു ചെന്നു. പെട്ടെന്ന് എലി കുതിച്ചോടി. കൃത്യസമയത്ത് തന്നെ അണ്ണാറക്കണ്ണൻ ചക്കപ്പഴം ഞെട്ടറുത്ത് താഴോട്ടിട്ടു. കൃത്യം കുറുക്കൻ്റെ തലയിൽ ചക്ക വീണു. ചക്ക തലയിൽ വീണ കുറുക്കൻ മലർന്നടിച്ചു വീണു. കുറുക്കൻ്റെ പിടി അയഞ്ഞപ്പോൾ മുയൽ രക്ഷപ്പെട്ടോടി. കൂട്ടുകാരും അവനോടൊപ്പം ചെന്നു. അവർ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു കാട് പിടിച്ച പ്രദേശത്തെത്തി. ആരുടെയും ശല്യമില്ലാതെ കളി തുടങ്ങി. അപ്പോഴും കുറുക്കച്ചൻ ബോധമില്ലാതെ പ്ലാവിൻ ചുവട്ടിൽ കിടക്കുകയായിരുന്നു.